ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണലിസത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബിഹേവിയറിസത്തിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഡിസ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിനെ പറ്റി പഠിച്ചു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഫങ്ഷണലിസം ബിഹേവിയറിസവും നമ്മൾ പഠിക്കും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ ഞാൻ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ജോയിൻ ആയിക്കോളാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് ഫങ്ഷണലിസം അതുപോലെ തന്നെ ബിഹേവിയറിസം ആണ്. ഓക്കെ, അപ്പം സ്ട്രക്ചറലിസം ആയിരുന്നു എലമെന്റൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫങ്ഷണലിസം, അതിനുശേഷം വരുന്നതാണ് ബിഹേവിയറിസം. ഓക്കെ, ഇത് രണ്ടും സൈക്കോളജിയുടെ ഒരു മേജർ സ്കൂൾസിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതില് എന്തുകൊണ്ടാണ് ഫങ്ഷണലിസം ഡെവലപ്പ് ആയത്? ഇപ്പൊ സ്ട്രക്ചറലിസത്തിൽ നമ്മൾ മനസ്സിന്റെ ഘടനയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിക് യൂണിറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ അവിടെ തോട്ട്സിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ അറ്റോമിസ്റ്റിക് യൂണിറ്റ്സ് ആയിട്ട് അതിനവിടെ ടെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫങ്ഷണലിസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മനസ്സിന്റെ ഘടനയെ പറ്റി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് മെന്റൽ പ്രോസസ്സസ് ഒരു മനുഷ്യനെ പരിസ്ഥിതിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നത്, അതാണ് ഈ ഫങ്ഷണലിസത്തിൽ മേജർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളാം. ഫങ്ഷണലിസം ഈസ് എ സ്കൂൾ ഓഫ് സൈക്കോളജി ദാറ്റ് സ്റ്റഡീസ് ദ ഫങ്ഷൻസ് ഓർ ദ പർപ്പസ് ഓഫ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, ഈ മെന്റൽ പ്രോസസ്സ് നമ്മൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിലായിരുന്നു? വില്യം ജെയിംസ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്ത സമയത്തും ഈ കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആരാണ് ഈ ഫങ്ഷണലിസത്തിന്റെ ഫൗണ്ടർ എന്ന്. അപ്പൊ അതും വില്യം ജെയിംസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവിടെ നമ്മൾ സെൻട്രൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഡസ് ദ മൈൻഡ് ഡു എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ മൈൻഡ് എന്താ ചെയ്യണത്? ഫങ്ഷണലിസ്റ്റ് വർ ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ സൈക്കോളജിക്കൽ പ്രോസസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് ടു ദെയർ എൻവയോൺമെന്റ്. അപ്പൊ ഫങ്ഷണലിസ്റ്റുകൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയാണ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സ് ഒരു മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയകള് പ്രോസസ് എല്ലാം ഒരു മനുഷ്യനെ അവരുടെ പരിസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലായിരുന്നു ഫങ്ഷണലിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മൾ പറഞ്ഞു സ്ട്രക്ചറലിസം മെയിൻ ആയിട്ട് എങ്ങനെയാണ് വാട്ട് ഈസ് ദ കോൺഷ്യസ്നെസ് മേഡപ്പ്, കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ ബേസിക് എലമെന്റും ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ ഓരോ എലമെന്റിനെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് സ്ട്രക്ചറലിസം ചെയ്തതെന്നാൽ ഫങ്ഷണലിസം ചെയ്യുന്നത് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് കോൺഷ്യസ്നെസ്, അവർ ആ സൈക്കോളജിക്കൽ പ്രോസസ് എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസ്ഫുൾനെസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ ഒരു കുട്ടിക്ക് ഫിയർ ഉണ്ട്. അപ്പൊ ആ ഫിയർ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, അതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ ആ കുട്ടിക്ക് ഫിയർ വരാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. ജനറ്റിക് റീസൺസ് ആയിരിക്കാം, ആ കുട്ടിയുടെ മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് കൊണ്ട് വന്നതായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും ഇവിടെ. അതുപോലെ തന്നെ ഈ ഫിയർ കാരണം ഈ കുട്ടി അല്ലെങ്കിൽ നമുക്ക് ഫിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്താണ് അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നത്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫങ്ഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ പ്രോസസ് ആണ് അവിടെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ ഫങ്ഷണലിസം ഡെവലപ്പ് ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, ഫങ്ഷണലിസം 19th സെഞ്ചുറിയിലാണ് ഡെവലപ്പ് ആവുന്നത്, ഏകദേശം 1890s. അപ്പം സ്ട്രക്ചറലിസം വന്നു. സ്ട്രക്ചറലിസം സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻസ് എന്നൊക്കെയാണ് ക്രിറ്റിസിസത്തിൽ നിന്നൊക്കെയാണ്
ഫങ്ഷണലിസം ഡെവലപ്പായി വരുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ തന്നെ ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് എവല്യൂഷനും ഈ ഫങ്ഷണലിസം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിന്റെ ഘടനയെ പറ്റി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെ നോക്കണം. അപ്പൊ അത് ബിഹേവിയർ ആയിട്ട് എങ്ങനെ കണക്ട് ആയിട്ടുണ്ടെന്ന് നോക്കണം, അത് അഡാപ്റ്റേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ആണ് ഫങ്ഷണലിസം ഡെവലപ്പ് ആവാനുണ്ടായ കാരണങ്ങൾ. ഈ ലിമിറ്റേഷൻസ് ഒക്കെയാണ് ഈ ഫങ്ഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഡാർവിൻ ഫിഞ്ചസിനെ ഒക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു ദ്വീപിലുണ്ടായിരുന്ന ഫിഞ്ചസുകൾ അവരുടെ ചുണ്ടിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്, അവിടുത്തെ ഫുഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. സോ അതേപോലെ തന്നെ ഓരോ ഹ്യൂമൻ ബീയിങ്ങും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റായി പോകും ലൈഫ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നോക്കുക, ഡാർവിൻ പ്രപ്പോസഡ് ദാറ്റ് ഓർഗാനിസം അഡാപ്റ്റ് ടു ദെയർ എൻവിറോൺമെന്റ് and that characteristics support survival and reproduction are more likely to persist. അപ്പം ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോവാനുള്ള, സർവൈവ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യും പോവാൻ പറ്റുന്ന ഓർഗാനിസം മാത്രം സർവൈവ് ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ ഒരു തിയറിയുമായിട്ട് കണക്റ്റഡ് ആണ് ഫങ്ഷണലിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ എനിക്കാണ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സ് ഒരു ഇൻഡിവിജ്വലിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസത്തിന്റെ ഫാദർ ആയിട്ട് അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ട് വരുന്നത്, അതിന്റെ മേജർ ഫിഗർ ആയിട്ട് വരുന്നത്. ഓക്കെ, 1890s അദ്ദേഹം ഒരു മേജർ വർക്ക് പ്രപ്പോസ് ചെയ്യണ്ടായി, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. അപ്പൊ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, പിന്നെ ഈ വില്യം ജെയിംസുമായിട്ട് വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ഐഡിയ ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് മെന്റൽ എലമെന്റ്. ഓക്കെ, അപ്പം മെന്റൽ എലമെന്റ്സ് എല്ലാം സെപ്പറേറ്റ് എലമെന്റ്സ് അല്ല, അത് ഒരു സ്ട്രീം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുണ്ടായി. അപ്പൊ ആ ഐഡിയ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വില്യം ജെയിംസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ കോർ ഐഡിയ, ഇതിന്റെ ഫൗണ്ടർ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. പിന്നെ ഇതിലുള്ള ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതും മെഷറബിൾ അല്ല, പിന്നെ ഇതിന്റെ കോൺസെപ്റ്റ് ഭയങ്കര ബ്രോഡാണ്, ഒരു ക്ലിയർലി ഡിഫൈൻഡ് മെത്തേഡ് ഇല്ല, അതുപോലെ തന്നെ ആ റീസൺസ് എല്ലാം കൊണ്ട് തന്നെ ഇത് ഒരു എൻഡിലേക്ക് പോവുകയുണ്ടായി. പക്ഷേ സ്റ്റിൽ നമ്മളിത് പല ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, സൈക്കോളജിയിൽ ഇപ്പോഴും ഈ മേജർ സ്കൂൾസിൽ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ കോൺസെപ്റ്റ്സും നമ്മൾ പല പല ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മോഡേൺ സൈക്കോളജിയിൽ, അപ്ലൈഡ് സൈക്കോളജിയിൽ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെല്ലാം നമ്മൾ ഫങ്ഷണലിസത്തിന്റെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു മിക്സ്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരൊറ്റ കോൺസെപ്റ്റ് ആയിട്ടല്ല. ഈവൻ ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പെർട്ടിക്കുലർ ഏരിയാസിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ബിഹേവിയറിസം. അപ്പൊ ഫങ്ഷണലിസത്തിന്റെ ലിമിറ്റേഷൻസ് ആണ് ബിഹേവിയറിസത്തിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വന്നത്. അത് കാരണമാണ് ബിഹേവിയറിസം അവിടെ ഉൾത്തിരിഞ്ഞു വന്നത്. നമ്മൾ 1930-ലാണ് ബിഹേവിയറിസം കുറച്ചുകൂടെ ഒന്ന് ശക്തി പ്രാപിച്ചു വന്നത്. JB വാട്സൺ അല്ലെങ്കിൽ ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ നമ്മൾ ബിഹേവിയറിസം JB വാട്സന്റെ ഒരു സൈക്കോളജിയുടെ ഡെഫിനേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ കീവേഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്സർവബിൾ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പം ബിഹേവിയറിസം ഈസ് ആൻ അപ്രോച്ച് ടു സൈക്കോളജി ദാറ്റ് എംഫസൈസ് ദ ഒബ്ജക്റ്റീവ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഒബ്സർവബിൾ ബിഹേവിയർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബിഹേവിയർ ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അതിലെങ്ങനെയാണ് മാറ്റം വരുന്നത്, അതിന്റെ മുകളിലാണ് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതാണ് പഠിക്കേണ്ടത്, അതിന്റെ മുകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഈ ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ കണ്ടീഷനിങ്ങും റീഎൻഫോഴ്സ്മെന്റും
ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ ബിഹേവിയറിസ്റ്റ് ആർഗ്യൂ ദാറ്റ്, അപ്പം നമ്മളിതിനു മുന്നേ പറഞ്ഞു സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സൈക്കോളജി ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, ഒബ്സർവബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എക്സ്പെരിമെന്റലി ടെസ്റ്റബിൾ ആയിരിക്കണം. അപ്പോഴേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഒരു 20th സെഞ്ചുറിക്ക് ആവുന്ന സമയത്ത്. ഓക്കെ. അങ്ങനെ ആ ഒരു സബ്ജക്റ്റീവിൽ നിന്ന് ഇറ്റ് ഈസ് ടേൺ ടു ആൻ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ആയിട്ട് മാറി. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ JB വാട്സൺ ആണ്, അല്ലെങ്കിൽ ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ നേരത്തെ ജോൺ ബി വാട്സന്റെ വില്യം ജെയിംസിന്റെ കോൺട്രിബ്യൂഷൻ മേജർ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജോൺ ബി വാട്സന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ആണ് സൈക്കോളജി ആസ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഇറ്റ്. ഓക്കെ. അപ്പൊ അത് 1913 വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ബിഹേവിയറിസ്റ്റ് മാനിഫെസ്റ്റോ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. സോ അതിനെ ബിഹേവിയറിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ടായിരിക്കും. സൈക്കോളജി ആസ് എ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഇറ്റ്, അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് മാനിഫെസ്റ്റോ. ഓക്കെ. ഇനി വാട്സന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ വാട്സൺ ഡിസ്ക്രൈബ് സൈക്കോളജി ആസ് എ പ്യൂർലി ഒബ്ജക്റ്റീവ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് ഓഫ് നാച്ചുറൽ സയൻസ്. അപ്പൊ സബ്ജക്ടിവിറ്റിക്ക് എതിരാണ്, ഒബ്ജക്റ്റീവ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് ഓഫ് നാച്ചുറൽ സയൻസ് ആണ്. അവിടെ നമ്മൾ ഒബ്സർവബിൾ ബിഹേവിയറിന്റെ മുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് വാട്സൺ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ അതിൽ എന്താണ് ബിഹേവിയർ എന്നുള്ളതിന്റെ ഡെഫിനേഷനും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബിഹേവിയർ റെഫേഴ്സ് ടു ആൻ ഒബ്സർവബിൾ ആക്ഷൻ ഓർ റെസ്പോൺസ് ഓഫ് ആൻ ഓർഗാനിസം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ആക്ഷൻ ആണ്. അപ്പൊ അത് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നത്, സ്പീക്കിംഗ്, വാക്കിംഗ്, ക്രൈയിങ്, സ്മൈലിംഗ്, ഇതെല്ലാം ഒരു ഒബ്സർവബിൾ ബിഹേവിയർ ആണ്. ഓക്കെ. സോ ബിഹേവിയറിസത്തിന്റെ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണ്? ഇതിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, ബട്ട് യു ക്യാൻ ജസ്റ്റ് റീഡ് ഓൾ ദീസ് തിങ്സ്. ബിഹേവിയർ ക്യാൻ ബി സ്റ്റഡീഡ്, ഒബ്ജക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ബിഹേവിയർ ക്യാൻ ബി ലേൺഡ്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി അക്യൂർഡ് ത്രൂ എക്സ്പീരിയൻസ്. Behavior can be predicted, and at the same time behavior can be modified also. Okay. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് അസംഷൻസ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ ബിഹേവിയറിസത്തിൽ വരുന്നതാണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് റിലേഷൻഷിപ്പും. സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഇവന്റ് ആണ്. അതൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ്? ഈ ഒബ്സർവബിൾ ബിഹേവിയർ ആണ്, ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്സർവബിൾ ബിഹേവിയർ ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തരുന്നു. ഓക്കെ. അപ്പൊ ആ ചോക്ലേറ്റ് തരുന്ന സമയത്ത് നിങ്ങൾക്കത് നിങ്ങൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അതാണ് നിങ്ങളുടെ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. ആ ചോക്ലേറ്റ് തരുന്ന ഒരു ആക്ടിവിറ്റി ആണ് അവിടെ സ്റ്റിമുലസ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പം ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് റേസ് ദ ഹാൻഡ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്റ്റിമുലസ് ആയിട്ടും സ്റ്റുഡൻസ് കൈപ്പൊക്കുന്നത് അവിടുത്തെ റെസ്പോൺസും ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ബിഹേവിയർ ഏർലി എംഫസൈസിങ് ഒക്കെ എന്തായിരുന്നു? സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പിന്റെ മുകളിലായിരുന്നു. ഓക്കെ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ആൻഡ് അനദർ വൺ ഈസ് ദ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും. ഓക്കെ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ലേണിംഗ് ത്രൂ അസോസിയേഷൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലൈ. ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ എന്താ വരുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ലേണിംഗ് ത്രൂ ദ റീഇൻഫോഴ്സ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത്, പ്രപ്പോസ് ചെയ്തത് റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പാവ്ലോ ആണ്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു സെൻട്രൽ ഐഡിയ എന്താണ്? അസോസിയേഷൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലൈ ആണ്. ഓക്കെ. അപ്പൊ പാവ്ലോയുടെ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മളൊരു ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അതിന് സലൈവേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഫുഡ് എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ ആണ്. സലൈവേഷൻ എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ. അത് നമ്മൾ കണ്ടീഷൻ ചെയ്യണ സമയത്ത് വി ആർ ഇൻകോർപ്പറേറ്റിംഗ് ബെൽ ഇൻ ടു ദാറ്റ്. ഓക്കെ. ബെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഈ ബെല്ല് കാണിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ലല്ലോ.
അപ്പൊ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഈ ന്യൂട്രൽ സ്റ്റിമുലസുമായിട്ട് അൺകണ്ടീഷണൽ സ്റ്റിമുലസിനെ കമ്പൈൻ ചെയ്യുകയാണ് നമ്മൾ കണ്ടീഷനിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള സലൈവേഷൻ ഉണ്ടാവും. പക്ഷെ ഇത് കുറേ പ്രാവശ്യം ചെയ്യണ സമയത്ത്, റിപ്പീറ്റ് ചെയ്യണ സമയത്ത്, ബെല്ല് കാണിക്കുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടാവും. അപ്പൊ കണ്ടീഷൻഡ് സ്റ്റിമുലയും അതുപോലെ തന്നെ കണ്ടീഷൻ റെസ്പോൺസും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ആനിമൽസ് ഹാസ് ബീൻ ലേൺ ത്രൂ അസോസിയേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ ആയിട്ട് ഫുഡ് കൊടുക്കുന്നു. അപ്പം അൺകണ്ടീഷൻഡ് റെസ്പോണ്ടായിട്ട്, നാച്ചുറൽ റെസ്പോൺസ് ആയിട്ട് സലൈവേഷൻ ഉണ്ടാവുന്നു. പിന്നെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെൽ അവിടെ കാണിച്ചിട്ട് അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു. അപ്പൊ അവിടെ അൺകണ്ടീഷൻ റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണ സമയത്ത് ബെല്ല് അവിടെ എന്തായിട്ട് മാറും, കണ്ടീഷൻഡ് സ്റ്റിമുലൈ ആയിട്ട് മാറും. അപ്പൊ ഈ ബെല്ല് കാണിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് കണ്ടീഷൻ റെസ്പോൺസ്, ബെല്ല് കാണുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം, ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് പ്രോസസ്സസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പൊ അതിൽ വരുന്ന പ്രോസസ് എന്താ, അക്യൂസിഷൻ. അപ്പം ഈ അസോസിയേഷനിലൂടെ ഉണ്ടാവുന്ന ഇനീഷ്യൽ ലേണിംഗ് ആണ് അക്യൂസിഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറേ കാലം ഈ കണ്ടീഷൻ റെസ്പോൺസ് ഡിക്രീസ് ആവും എപ്പം കണ്ടീഷൻഡ് സ്റ്റിമുലൈ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു നായ്ക്കുട്ടിക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തു, സലൈവേഷൻ ഉണ്ടായി. പിന്നെ ബെല്ല് കാണിച്ചു, ഫുഡ് കൊടുത്തു. ബെല്ല് കാണുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടായി. പിന്നെ ഈ ബെല്ല് ഇല്ലാതെ തന്നെ ഫുഡ് കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു കണ്ടീഷനിങ് അവിടെ ലോസ് ആവും, ആ റെസ്പോൺസ് അവിടെ ഡിക്രീസ് ആവും. ഓക്കെ, പിന്നെ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ബെല്ലില്ലാണ്ട് തന്നെ ഫുഡ് കൊടുത്തു, അഗെയിൻ വി ആർ ഇൻകോർപ്പറേറ്റിംഗ് ദ ന്യൂട്രൽ സ്റ്റിമുലസ് ഇതുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആഫ്റ്റർ എ പീരിയഡ് ഈ ബിഹേവിയർ അല്ലെങ്കിൽ ഈ അസോസിയേഷൻ റീഅപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ജനറലൈസേഷനും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനും ഉണ്ട്. സിമിലർ സ്റ്റിമുലൈ പ്രൊഡ്യൂസ് സിമിലർ റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മള് സ്റ്റിമുലൈ, ഇപ്പൊ ഒരു കുട്ടിയുടെ അടുത്ത്, ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് ഒരു റാറ്റിനെ കാണിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭയം ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടായിട്ട് ആ സൗണ്ട് ഉണ്ടാക്കി റാറ്റിനെ കാണിക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടി ക്രിയേറ്റ് ആവാണ്. അപ്പൊ റാറ്റിനെ കാണിക്കുന്ന സമയത്തെ പേടി വരും. ഓക്കെ, അപ്പൊ ആ റാറ്റിനെ പോലെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ആനിമലിനെ കാണിക്കുന്ന സമയത്തും ആ കുട്ടിക്ക് സിമിലർ റെസ്പോൺസ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ജനറലൈസേഷൻ. ഇങ്ങനെ വരില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓർഗാനിസം ലേൺസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റിമുലൈ, അത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനെ ഡിസ്ക്രിമിനേഷൻ എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരന്റ് കണ്ടീഷനിങ് ആണ്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ്. അപ്പൊ അതിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റും അല്ലെങ്കിൽ റിവാർഡും പണിഷ്മെന്റും വരുന്നത്. ഓക്കെ, സോ പാരന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. അപ്പൊ അതിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ് എന്നാണ് പാരന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബിഹേവിയർ കാണിക്കും, അതിനൊരു കോൺസിക്വൻസ് ഉണ്ടായിരിക്കും. ആ ഒരു കോൺസിക്വൻസ് ഫ്യൂച്ചർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ആ ടീച്ചർ അതിനെ പ്രൊമോട്ട് ചെയ്യുക, കുട്ടീനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, നീ നന്നായിട്ട് ചെയ്തു, അങ്ങനെ അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെയും ആ കുട്ടിക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്പാരന്റ് conditioning. Apparent conditioning is a form of learning in which consequences of the behavior influence the future probability of the behavior. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് ആണ് ടീച്ചർ പ്രൈസ് ചെയ്യുന്ന കുട്ടീനെ. അപ്പൊ അത് വീണ്ടും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിനെ അവിടെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്, റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ബിഹേവിയറിനെ ഒരു കോൺസിക്വൻസസ് ആണ്, അത് ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബിഹേവിയറിനെ വീണ്ടും വീണ്ടും ഉണ്ടാവാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രൈസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ കുട്ടിക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ
ഇപ്പം നമ്മള് എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് ഒഴിവാക്കുവാണ്. അപ്പൊ ആ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയും. അവിടെ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും, പക്ഷെ നമ്മൾ അൺപ്ലസന്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യണത്. ഇപ്പം ചൈൽഡ് കംപ്ലീറ്റ്സ് ഹോംവർക്ക്, റിപ്പീറ്റഡ് റിമൈൻഡേഴ്സ് സ്റ്റോപ്പ്. ഓക്കെ. അപ്പം കുട്ടി ആ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് കുട്ടീനെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. അപ്പം കുട്ടി അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ നിർബന്ധിക്കുന്ന സാധനം കുറയുമ്പം ആ നിർബന്ധിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസന്റ് ആയിട്ടുള്ള സാധനമില്ല. അപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള നമ്മൾ നിർബന്ധിക്കുന്ന കുറയുന്ന സമയത്ത് ഈ കുട്ടി പിന്നെ ഹോംവർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്ന സമയത്ത് ആ ബിഹേവിയർ അവിടെ റീഇൻഫോഴ്സ് ആവുകയാണ് ചെയ്യണത്. ഓക്കെ. പിന്നെ വരുന്നതാണ് പണിഷ്മെന്റ്. അപ്പൊ ഈ പണിഷ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പെർട്ടിക്കുലർ ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ആഡ് ചെയ്യുക എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ സ്കോൾഡ് ചെയ്യുന്നൊക്കെ, ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ചീത്ത പറയുന്നൊക്കെ അതിൽ വരുന്നതാണ്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ബിഹേവിയർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് സംതിങ് ഡിസയറബിൾ. ഓക്കെ. നമ്മളിപ്പോ കുട്ടിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കുട്ടി ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ റിമൂവ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിനെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ. സോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും, പണിഷ്മെന്റ് റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവുക അവിടെ ബിഹേവിയർ, പണിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പെർട്ടിക്കുലർ ബിഹേവിയർ അവിടെ ഡിക്രീസ് ആവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കോഡ്സ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സാമ്പിൾസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് സംടൈം യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് എക്സാമ്പിൾസ് തരും, എന്നിട്ട് ചോദിക്കും ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, പോസിറ്റീവ് പണിഷ്മെന്റ് ആണോ, നെഗറ്റീവ് പണിഷ്മെന്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അവിടെ കൺഫ്യൂസ് ആവരുത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഷേപ്പിംഗ് ആണ്. ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിസൈറബിൾ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യും നമ്മൾ സക്സസീവ് റീഇൻഫോഴ്സിങ് ചെയ്തുകൊണ്ട്. അതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു ടീച്ചർ ഒരു കുട്ടീനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്കില്ല് പഠിപ്പിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ട് അത് ചെയ്യണ സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യും. അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്തിട്ട് സക്സസീവ് അപ്രോക്സിമേഷൻ ചെയ്തിട്ട് ആ ഒരു ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റും സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം അതിൽ റേഷ്യോ സ്കെഡ്യൂൾസും ഉണ്ട്, ഇന്റർവെൽ സ്കെഡ്യൂളും ഉണ്ട്. ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുമ്പം ഇപ്പം റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന റിവാർഡിന്റെ എമൗണ്ട് കറക്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തരും. ഓക്കെ. വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടിലല്ല നമ്മൾ കൊടുക്കണ്ടാവുക. പിന്നെ ഫിക്സഡ് ഇന്റർവെല്ലും ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഇന്റർവെല്ലും ഉണ്ട്. ഫിക്സഡ് ഇന്റർവെല്ലിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സാലറി. അത് നമുക്ക് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ കിട്ടിക്കൊണ്ടിരിക്കും. വേരിയബിൾ ഇന്റർവെല്ലിൽ എന്താ, നമ്മളിപ്പോ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ഒരു ഇൻസെന്റീവ് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത് വേരിയബിൾ ഇന്റർവെല്ലിലായിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവുന്നത്, വേരിയബിൾ ഇന്റർവെല്ലിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് നോക്കിക്കോളാം. ഓക്കെ. നിങ്ങളൊന്ന് നോക്കിക്കോളാം. ഓക്കെ. ഞാൻ ഓൾറെഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിക്കോളാം. ഓക്കെ. പിന്നെ അതിൽ എഡ്വേർഡ് തോണ്ടിക്കിന്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്നത്. ബിഹേവിയർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് കോൺസിക്വൻസസ് മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന കോൺസിക്വൻസസ് ഒരു സാറ്റിസ്ഫൈങ് കോൺസിക്വൻസസ് ആണെങ്കിൽ ആ ബിഹേവിയർ ഇൻക്രീസ് ആവും. അതല്ല അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണെങ്കിൽ ആ ബിഹേവിയർ ഡിക്രീസ് ആവുന്ന ഒരു ലോ ആയിട്ട് പ്രപ്പോസ് ചെയ്തു. അതിനെ ലോ ഓഫ് എഫക്ട് എന്നാണ് പറയുക. അത് പ്രപ്പോസ് ചെയ്തത് എഡ്വേർഡ് എൽ തോണ്ടിക് ആണ്. ഓക്കെ. പിന്നെ അതിൽ വാട്സന്റെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. വാട്സണും അതുപോലെ തന്നെ റോസ്ലി റെയ്നറും കൂടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ അടുത്ത്
വൈറ്റ് റാറ്റിനെയും അതുപോലെ തന്നെ ലൗഡ് ആയിട്ടുള്ള ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സൗണ്ടും കൂടെ പെയർ ചെയ്ത് വെച്ച സമയത്ത് കുട്ടിക്ക് ഫിയർ റെസ്പോൺസ് ഡെവലപ്പായി. ഓക്കെ, ആ ഫിയർ പിന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ ജനറലൈസ്ഡ് ആയി. സിമിലർ സ്റ്റിമുലേസ് കാണിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് സെയിം ഇത് വരാൻ വേണ്ടി തുടങ്ങി, സെയിം റെസ്പോൺസ് കാണിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ആദ്യം കുട്ടി എനിക്ക് വൈറ്റ് റാറ്റിന് പേടി ഉണ്ടായിരുന്നില്ല. അപ്പം വൈറ്റ് റാറ്റായിരുന്നു അവിടെ സ്റ്റിമുലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫ്രൈറ്റനിങ് സൗണ്ട് അതിന്റെ കൂടെ ആഡ് ചെയ്ത സമയത്ത് ഈ കുട്ടിക്ക് ഫിയർ വരാൻ വേണ്ടി തുടങ്ങി. ആ ഫിയർ ഫിയർ അവിടെ റെസ്പോൺസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ വൈറ്റ് റാറ്റിനെ കാണിക്കുന്നതിന് പകരം വൈറ്റ് റാറ്റിനെ കാണിക്കുന്ന സമയത്ത് ഫിയർ വരും. ഓക്കെ, അപ്പം വൈറ്റ് റാറ്റിനെ കാണിക്കുന്നതിന് പകരം ഇവിടെ വേറൊരു ആനിമലിനെ വെക്കുന്ന സമയത്തും ജനറലൈസ്ഡ് ടു സിമിലർ സിമിലർ സ്റ്റിമുലൈ കാണിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് ഇവിടെ ഫിയർ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതാണ് ഈ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഓഫ് വാട്സൺ ആൻഡ് റോസ്ലി. ഓക്കെ, പിന്നെ ഇതില് നമുക്ക് ഇത് എവിടേക്കാ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഇതിൽ നമുക്ക് ഒന്നുകൂടെ ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കി തരാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ലൗഡ് വോയിസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. അതുപോലെ തന്നെ അപ്പൊ ഈ ലൗഡ് വോയിസ് കേൾക്കുന്ന സമയത്ത് ആദ്യം കുട്ടിക്ക് പേടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം സോറി, പേടി ഉണ്ടായിരുന്നു. ലൗഡ് നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ അൺകണ്ടീഷൻ സ്റ്റിമുലേ ആണ്. അപ്പം ഈ ലൗഡ് നോയിസ് കേൾക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടി ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ ആദ്യം എന്താ കൊണ്ടുപോയി വെക്കുന്നത്, ഒരു വൈറ്റ് റാറ്റിനെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ വൈറ്റ് റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ഈ കുട്ടിക്ക് അതിനെ പേടിയില്ല. പക്ഷെ ഇത് പെയർ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് റാറ്റിനെ കാണുന്ന സമയത്തും കുട്ടിക്ക് പേടിയുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ കണ്ടീഷൻ സ്റ്റിമുലി ആയിട്ട് മാറുകയാണ് ഈ വൈറ്റ് റാറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പം കണ്ടീഷൻ റെസ്പോൺസ് എന്താണ്, ഫിയർ ഓഫ് വൈറ്റ് റാറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇവിടെ ലൗഡ് വോയിസ് കേൾക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടിയാവും, ഫിയർ വരുന്നുണ്ട്. അപ്പൊ ആ ലൗഡ് വോയിസ് ആണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ. നമ്മൾ ഡോഗിന്റെ എക്സ്പെരിമെന്റിൽ എന്താ വരുക, ഫുഡ് പോലെ. ഓക്കെ, അപ്പൊ അൺകണ്ടീഷൻ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ലൗഡ് നോയിസ് ആണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ആണ്. ന്യൂട്രൽ സ്റ്റിമുലസ് ഇവിടെ വൈറ്റ് റാറ്റ് ആണ്, നമ്മുടെ ഡോഗിന്റെ എക്സ്പീരിയൻസിലെ ബെല്ല് പോലെ. ഓക്കെ, അപ്പൊ അത് കാണുന്ന സമയത്ത് പിന്നെ അത് കണ്ടീഷൻ ചെയ്തപ്പോൾ വൈറ്റ് റാറ്റിനെ കാണുമ്പോൾ കുട്ടിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ വൈറ്റ് റാറ്റ് എന്തായി, കണ്ടീഷൻ സ്റ്റിമുലി ആയി. പിന്നെ അത് പേടി എന്ന് പറഞ്ഞത് കണ്ടീഷൻ റെസ്പോൺസ് ആയി. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലൈസേഷൻ ആണ്. അപ്പൊ ഈ വൈറ്റ് റാറ്റിനെ കാണുന്ന പോലെ വൈറ്റ് ചെറിയ റാബിറ്റിനെ കാണുന്ന സമയത്തും അതുപോലെ തന്നെ കോട്ടുള്ള ആനിമൽസിനെ കാണുന്ന സമയത്തും ഒക്കെ ഈ കുട്ടിക്ക് ഫിയർ ജനറേറ്റ് ആവാൻ വേണ്ടി തുടങ്ങി. അതിനെയാണ് ഫിയർ ലേറ്റർ ജനറലൈസ്ഡ് ടു സിമിലർ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിറ്റിൽ ആൽബർട്ടിന്റെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത ആരൊക്കെയാണ്, വാട്സൺ ആൻഡ് റോസ്ലി റെയ്നർ ആണ്. ഓക്കെ, പിന്നെ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്, ഇത് ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് പറഞ്ഞതാണ്. ഇത് വരെ ഉണ്ടാവില്ലേ ക്വസ്റ്റ്യൻ ആയിട്ട്. സ്കിൽ ഡെവലപ്മെന്റിന് മുകളിലും പാരന്റിങ്ങിന്റെ അടുത്ത്, എഡ്യൂക്കേഷനിൽ, ബിഹേവിയറൽ മോഡിഫിക്കേഷനിൽ, ഇവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ഫങ്ഷണലിസം ബിഹേവിയറിസം തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ വാട്ട് ഡസ് ഇറ്റ് ഡു, എന്താണ് മെന്റൽ പ്രോസസ്സ്, ഇവിടെ എങ്ങനെയാണ് ബിഹേവിയർ ലേൺ ചെയ്യുന്ന എന്നുള്ളത്. അപ്പം ഇതിന് മെയിൻ ഫോക്കസ് ഫങ്ഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ആണെങ്കിൽ ബിഹേവിയറിസത്തിൽ ഒബ്സർവബിൾ ബിഹേവിയർ ആണ്. മേജർ ഫിഗർ ആരായിരുന്നു, വില്യം ജെയിംസ് ആണ്. അവിടെ ആരായിരുന്നു, ജോൺ ബി വാട്സൺ ആണ്. ഓക്കെ, ഇവിടെ മേജർ ഇൻഫ്ലുവൻസ് ഡാർവിൻ ആണ്. ഇവിടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഓക്കെ, പിന്നെ ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ അഡാപ്റ്റേഷൻ സ്ട്രീം ഓഫ് കോൺഷ്യസ് റിലേറ്റഡ് ടു ഫങ്ഷണലിസം ആണ്. ഇവിടെ കണ്ടീഷനിങ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ബിഹേവിയറിസം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഇതിൽ പഠിച്ചു വെക്കാം. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതൊരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഈ സ്ലൈഡ്സിന്റെ അവസാന പോർഷൻസ് കണ്ടാൽ മതിയായിരിക്കും. പാവ്ലോ ആണ് ക്ലാസിക്കൽ കണ്ടീഷന് കൊണ്ടുവന്നത്. തോണ്ടിക് ആണ് ലോ ഓഫ് ഇഫക്റ്റ് കൊണ്ടുവന്നത്. റീഎൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ഒപ്പാരന്റ് കണ്ടീഷനിങ് അതാരാണ്, സ്കിന്നർ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി കൊണ്ടുവന്ന ആരായിരുന്നു? ആ മേജർ വർക്ക് ആരുടെ ആയിരുന്നു? വില്യം ജെയിംസിന്റെ ആയിരുന്നു. ബിഹേവിയറിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടെ ആയിരുന്നു? വാട്സന്റെ ആണ്. ഓക്കെ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ജെയിംസ് ആണ്. അതുപോലെ ബിഹേവിയറിസം വാട്സൺ ആണ്. ഇവാൻ പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നർ പാരന്റ് കണ്ടീഷനിങ്. സ്കിന്നർ തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂളും കൊണ്ടുവന്നത്. ലിറ്റിൽ ആൽബർട്ടിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത ആരാണ്? വാട്സൺ ആൻഡ് റെയ്നർ ആണ്. ഓക്കെ. സോ പിന്നെ അതിൽ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ ഇൻക്രീസ് ആവും, പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആവും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആഡ് ആവുകയാണ് ചെയ്യണത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പ്ലസന്റ് ആയതോ അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള എന്തോ കാര്യം റിമൂവ് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ. നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. The school of psychology primarily concerned with the adaptive function of the mental process. അതേതാണ്? ഫങ്ഷണലിസം. ഓക്കെ. Stream of consciousness, William James. Founder of behaviorism, J.B. Watson. Learning through association, classical conditioning by Ivan Pavlov. Consequence that increase probability of a behavior. Consequence that increase probability of a behavior. Reinforcement. Which statement is correctly described negative reinforcement? Okay. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലൈ റിമൂവ് ചെയ്യണ സമയത്ത് ആ ബിഹേവിയർ ഇൻക്രീസ് ആവും, പെർട്ടിക്കുലർ ബിഹേവിയർ ഇൻക്രീസ് ആവും. അപ്പൊ അതാണ് ഇതിൽ വരുന്നത്. അപ്പൊ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലിടാം, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഞാൻ അതിൽ കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കാം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്. അതിൽ ജോയിൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളുക. നമുക്ക് അധികം ദിവസമൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടി വരും സിലബസ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.